നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയ പരിശീലകൻ മിക്കാൽ സ്റ്റാറെ മടങ്ങുകയാണ്. അദ്ദേഹം എയർപോർട്ടിൽ വെച്ച് ആരാധകരെ കണ്ടു. ഏതായാലും അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുമുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് വളരെ പ്രധാനപ്പെട്ടത്. അദ്ദേഹം പറയുന്നു, "എനിക്ക് 2 മത്സരങ്ങളിൽ കൂടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാനുള്ള അവസരം തന്നിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതെൻ്റെ കയ്യിലായിരുന്നില്ല കാര്യങ്ങൾ" എന്ന്. "ഐ ഹോപ്ഡ് ദാറ്റ് ദേ ഗിവ് മീ ചാൻസ് ടു ലീഡ് 2 മോർ ഗെയിംസ് ആൻഡ് വി ക്യാൻ ബൗൺസ് ബാക്ക് ബട്ട് ഇറ്റ് വാസ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്." രണ്ട് കളികളിൽ കൂടി അവസരങ്ങൾ തന്നിരുന്നെങ്കിൽ നമ്മൾ ശക്തമായി തിരിച്ചു വന്നേനെ എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം ശരിയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ലീഗിൽ തലപ്പത്ത് നിൽക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് അവരുടെ മണ്ണിൽ പോയിട്ട് നടത്തിയ പോരാട്ടം, ഈ അവസാന കളിയിൽ നടത്തിയ പോരാട്ടം നിങ്ങൾ ഓർക്കുന്നില്ലേ? അതേ പ്രകടനം കൊച്ചിയിൽ വെച്ച് മുഹമ്മദ് നെസ്സിക്കെതിരെ വരുന്ന മത്സരത്തിൽ പുറത്തെടുത്താൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാവുന്നതേ ഉള്ളൂ. ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നെസ്സി അവരുടെ നാട്ടിൽ പോയും തോൽപ്പിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം പിന്നെ ജംഷഡ്പൂരിനെതിരെയാണ്. വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെയൊക്കെയുള്ള പ്രകടനം നടത്തിയാൽ ജംഷഡ്പൂരിനെയും വീഴ്ത്താൻ കഴിഞ്ഞേനെ. കോച്ച് അതാണ് വിശ്വസിക്കുന്നത്. 2 കളികളിൽ കൂടി അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ തിരികെ വരാൻ കഴിയുമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ തൻ്റെ കയ്യിലായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതൊരു ഹ്യൂജ് ക്ലബ്ബാണ്, വമ്പൻ ക്ലബ്ബാണ്, ഫാന്റാസ്റ്റിക് ക്ലബ്ബാണ്. അപ്പോൾ ആ കളിക്കാർക്കും ഇവിടെ പ്രഷർ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇറ്റ്സ് ഓൾസോ നോട്ട് ഈസി ഫോർ പ്ലെയേഴ്സ് ടു ഹാൻഡിൽ ദി പ്രഷർ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ തുടരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അദ്ദേഹത്തെ പറഞ്ഞു വിടാനായിരുന്നു മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.